2017 സുകുമാരക്കുറുപ്പ് ജീവിച്ചിരുന്നു എന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ. വിദേശ രാജ്യങ്ങളിൽ എവിടെയോ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരുന്നു. ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾക്ക് ഇതറിയാം. പുനരന്വേഷണം ഉണ്ടായാൽ 2017 അന്വേഷണ റിപ്പോർട്ട് കൈമാറാമെന്ന് അലി അക്ബർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സുകുമാരക്കുറുപ്പ് വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. 2017 സുകുമാരക്കുറുപ്പിന്റെ തിരോധാനം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അലി അക്ബറാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും അദ്ദേഹത്തിന് കേസ് ഉണ്ടായ കാലം മുതലേ ഞാൻ അന്വേഷിച്ച് ചെല്ലുന്ന ആ കാലഘട്ടം വരെയുള്ള എല്ലാ സാഹചര്യവും പരിശോധിച്ചതിൽ നിന്നും സുകുമാരക്കുറുപ്പ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ഞാൻ എത്തിയത്. അതിനെ സാധൂകരിക്കുന്ന നിരവധിയായ തെളിവുകളും മറ്റും അവരുടെ കുടുംബാംഗങ്ങളിൽ രഹസ്യമായി നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചും അദ്ദേഹം കൃത്യത്തിന് ശേഷം ഒളിവിൽ താമസിച്ചിട്ടുള്ള ചില മേഖലയെക്കുറിച്ചൊക്കെ സവിസ്തരം എനിക്ക് എൻ്റെ ആ റിപ്പോർട്ടിൽ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. കൊലപാതകം നടത്തിയതിന് ശേഷം നേരെ 1-2 സ്ഥലങ്ങളിൽ കേരളത്തിൽ തന്നെ തങ്ങി. അതിനുശേഷം അദ്ദേഹം നേരെ നേപ്പാളിൽ പോയി. അവിടുന്ന് അദ്ദേഹം ഒറീസയിലെത്തി, ഛത്തീസ്ഗഡിൽ വന്നു, ബോംബെയിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഗൾഫിലേക്കാണ് അദ്ദേഹം കടന്നത്. ഇതിനിടയ്ക്ക് ചില ടൈമുകളിൽ വന്നും പോയി എന്നാണ് നമുക്ക് വളരെ വിശ്വസനീയമായ മേഖലകളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ. മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടി എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ അന്വേഷിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വസ്തുക്കൾ, അതിൻ്റെ സർവേ നമ്പറുകൾ, തണ്ടപ്പേര് നമ്പറുകൾ ഇതെല്ലാം ഞാൻ കണ്ടെത്തി എൻ്റെ റിപ്പോർട്ടിൽ ഞാൻ കാണിച്ചിരുന്നു. സുകുമാരക്കുറുപ്പിൻ്റെ കേസിൽ നിന്ന് കോടതി നിരപരാധികളായി കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാസ്കരപിള്ളയുടെ ഭാര്യയ്ക്കുമൊക്കെ വലിയ നിർണായകമായ പങ്ക് അറിയാമായിരുന്നു. അതിന് കാരണം ഇത് കത്തിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യയും ഭാസ്കരപിള്ളയുടെ ഭാര്യയും കൂടാണ് പറയുന്നത്, നിങ്ങൾ മണ്ടത്തരം കാണിക്കരുത്, ഒരു പക്ഷേ മുഖം കത്തിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇവിടെ വെച്ച് മുഖം കത്തിച്ചതിന് ശേഷം എടുത്ത് കാറിൽ വെക്കാൻ പറയുകയും അങ്ങനെ വീണ്ടും ഈ ബോഡി എടുത്ത് ഈ വീടിൻ്റെ പുറകുവശത്തുള്ള റബ്ബർ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് മണ്ണെണ്ണയൊഴിച്ച് മുഖം കരിക്കുകയാണ്. എന്നിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത്. അത്രത്തോളം ഗൂഢാലോചനയിൽ പങ്ക് അവർക്കുണ്ട്. കൂടാതെ ഇവരെ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം, സുകുമാരക്കുറുപ്പ് മരിച്ചിരുന്നു എങ്കിൽ അവർ മതപരമായ ചടങ്ങുകൾ ആ അമ്പലങ്ങളിലും മറ്റു കാര്യങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ നടത്താനുള്ളൊരു സാധ്യതയുള്ളതായിട്ടാണ് അവരുടെ മുൻകാല ജീവിതത്തിൽ നിന്നും അവരുടെ എനിക്ക് രഹസ്യമായി കിട്ടിയ വിവരങ്ങളിൽ നിന്നും ഒക്കെ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അവർ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ചില മൊഴികൾ ആ കുടുംബത്തിൽ ചിലരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.